ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാർവേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് ഇപ്പോഴും പ്രണയമുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ എങ്കിൽ ഇപ്പം കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും ലെസ് കോൺടാക്റ്റിലായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിങ് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അവർക്ക് നിങ്ങളോട് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 പൈലാണ് ചൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആയി തോന്നുന്ന ഏതെങ്കിലും ഒരു പൈല് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആകുന്നത് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്തെല്ലാം വിട്ട് കളഞ്ഞേക്കുക. ഇത് നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിരിക്കും. പൈല് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ചൂസ് ചെയ്യാത്തൊരു വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈല് ചൂസ് ചെയ്തവർക്ക് ഏതൊക്കെ കാർഡ്സ് കിട്ടുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ഡെത്ത് കാർഡും അതുപോലെ തന്നെ 9 ഓഫ് സോർഡ്സും ആണ്. നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് മെസ്സേജ് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഡിസെപ്ഷൻ എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷന് വേണ്ടി കാർഡ്സും കൂടെ എടുക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്ത് കാർഡ് അതുപോലെ 9 ഓഫ് സോർഡ്സും വന്നിരിക്കുന്നത് എന്നുള്ള ക്ലാരിഫിക്കേഷൻ കാർഡ്സ് നോക്കാം. ഇവിടെ കിട്ടുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 6 ഓഫ് സോർഡ്സ്, 3 ഓഫ് കപ്സ്, ഹാങ്ക്ഡ് മാൻ, അതുപോലെ 2 ഓഫ് സോർഡ്സും ആണ്. അതുപോലെ നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, അതുപോലെ 9 ഓഫ് വാൻഡ്സ്. ഇത്രയാണ് നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഏഞ്ചൽസ് ഗൈഡൻസ് മെസ്സേജസും കൂടെ നോക്കാം എന്തുവാണ് കിട്ടുന്നതെന്ന്. ഓക്കെ, ഇതാണ് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെയിൻ കാർഡ്സ് എന്ന് പറയുന്നത് ഡെത്ത് കാർഡും അതുപോലെ തന്നെ 9 ഓഫ് സോർഡ്സും ആണ്. സോ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറൻലി അങ്ങനെ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. ബിക്കോസ് ഇവിടെ ഒരു എൻഡിങ് നടന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ പേഴ്സൺ മൂവ് ഓൺ ആയതായിട്ട് കാണിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. സാധാരണ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫിനാൻസിനെയും കരിയറിനെയും ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്താ പറയുക, കരിയറിനേക്കാളിലും ഫിനാൻസിനേക്കാളിലും ഉപരിയായിട്ട് ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കിട്ടുന്നത്. അവരവിടെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ അവരുടെ പിടിയിൽ നിന്ന് വരാനാകാത്ത വണ്ണം പെട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോഴും കൺഫ്യൂഷനായിട്ട് കാണിക്കുന്നു. അതുപോലെ നിങ്ങളെ ചീറ്റ് ചെയ്ത് തേർഡ് പേഴ്സൻ്റെ കൂടെ പോയതായിട്ടാണ് കാർഡ്സ് കാണിക്കുന്നത്. ചിലരുടെ മാരേജ് ഒക്കെ കഴിഞ്ഞതായിട്ടും കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മാത്രം നിങ്ങൾ എടുക്കുക. അതുപോലെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് എതിരാക്കി നിർത്തിയതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി അവരുടെ അടുത്തേക്ക് ചെല്ലാനാകാത്ത വിധം ഈ തേർഡ് പേഴ്സൻ്റെ എനർജി ബ്ലോക്ക് ആക്കി നിർത്തുന്നതായിട്ട് കാണിക്കുന്നു. ഇത് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷനിലൂടെ പോകുന്നവർക്കുള്ള എനർജിയാണ് കിട്ടുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആ പേഴ്സൻ്റെ എന്തെങ്കിലും കള്ളത്തരോ എല്ലാം കണ്ടുപിടിച്ച് തുറന്ന് പറഞ്ഞ് കാണുമായിരിക്കാം. സോ അതൊരു വരക്കിലേക്ക് എത്തി അങ്ങനെ സെപ്പറേഷനിലേക്ക് എത്തുന്നതായിട്ടും ആണ് മെയിൻ എനർജി കിട്ടുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഡെത്ത് കാർഡ് നമുക്കൊരു ന്യൂ ബിഗിനിങ്ങിനെ കാണിക്കുമെങ്കിലും ഇവിടെ എനർജി പ്രകാരം എൻഡിങ് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്കൊരു സ്ട്രെസ്സാണ് ഫീൽ ചെയ്യുന്നത്. സോ ഒരു ഇൻസെക്യൂരിറ്റി പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഓർത്ത് കാണും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ആയിട്ട് ഹാപ്പി ആണെന്ന്. അല്ല, ഒരിക്കലും അല്ല. ഇവിടെ തേർഡ് പേഴ്സണുമായിട്ട് ഹാപ്പി ആയിട്ട് കാണിക്കത്തില്ല. ആദ്യം ഒരു എന്താ പറയുക, കൗതുകം കൊണ്ട് തേർഡ് പേഴ്സൻ്റെ അടുത്തേക്ക് ചെന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ തേർഡ് പാർട്ടി ഉദ്ദേശിച്ച പോലെ അല്ല എന്ന് അവരുടെ കൂടെ ചെന്ന് കഴിഞ്ഞിട്ടാട്ടോ ഇവർക്ക് മനസ്സിലായത്. ഇപ്പോൾ അവർ ഒന്നും ചെയ്യാനാകാത്ത വിധം തേർഡ് പാർട്ടിയുടെ എന്താ പറയുക വലയത്തിലാണെന്നാണ് കാണിക്കുന്നത്. അതാണ് ആളിപ്പോഴും കൺഫ്യൂഷൻ മൈൻഡിൽ തന്നെ ഇരിക്കുന്നത്. ഒരുപക്ഷേ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഫലമാകാം അവിടെയും സമാധാനമില്ല ഇവിടെയും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങളുടെ ക്വീൻ ഓഫ് കപ്പായിട്ട് അല്ലെങ്കിൽ കിങ് ഓഫ് കപ്പായിട്ടാണ് ആൾ ട്രീറ്റ് ചെയ്തിരുന്നത്. എന്നാൽ തേർഡ് പേഴ്സൻ്റെ വരവോടുകൂടി എല്ലാം പ്രോബ്ലംസിലെത്തിയതായിട്ട് കാണിക്കുന്നു. അവർ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് മുതിർന്നു. അതുപോലെ അവർ നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിട്ട് കാണിക്കുന്നു. ഈവൻ നിങ്ങളെ അവർ ബ്ലോക്ക് വരെ ആക്കിയിരിക്കാൻ, നിങ്ങളങ്ങോട്ട് കോൾ ചെയ്യാതിരിക്കാൻ, അതുപോലെ മെസ്സേജ് ചെയ്യാതിരിക്കാനായിട്ടും. എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും വീഡിയോ കാണുന്ന നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ
ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാലോ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് റൊമാൻസ് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഡിസെപ്ഷൻ എന്ന കാർഡാണ്. ഡിസെപ്ഷൻ എന്നാൽ സമ്മൺ ഈസ് വെയറിങ് എ ഫോൾ സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. അതായത് ആരും ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹത്തിൻ്റെ കപടമുഖം എന്താ പറയുക അണിഞ്ഞ് നിൽക്കുന്നു. അതായത് ഇപ്പോൾ ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ എന്ന് പറയത്തില്ലേ. സോ ഒരാൾ ഇവിടെ ചീറ്റിംഗ് എനർജി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. സോ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉള്ളതുകൊണ്ടാണല്ലോ ഇത് കാണുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ തിരികെ വന്നാലും ശ്രദ്ധിക്കുക. അതുപോലെ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന കാർഡാണ്. സോ പോയതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടൊരു കാര്യമില്ല. കാരണം അത് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് പറയുന്നത്. ഇത് കാരണം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് നഷ്ടപ്പെട്ടതെന്നാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് വിധിച്ചിരിക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവും. സോ ഇതാണ് പാൻ നമ്പർ 1ൻ്റെ റീഡിംഗ്. താങ്ക് യു. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി കാർഡും അതുപോലെ തന്നെ 2 of Wands ആണ്. നമുക്ക് റൊമാൻസ് ഏഞ്ചൽ മെസ്സേജസ് എന്താണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സും കൂടെ നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 of Pentacles, 3 of Wands, ടെമ്പറൻസ്, 5 സ്റ്റാർ കാർഡ്. ഇത്രയാണ് നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ബോട്ടം വന്നിരിക്കുന്ന ക്വീൻ ഓഫ് വാൻഡ്സ്, അതുപോലെ 2 of Cups, അതുപോലെ പേജ് ഓഫ് കപ്പ്. ഇതാണ് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത്. ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സൈൻസ് മെയിൻലി ഫയർ സൈൻ ആണ്. ഫയർ സൈൻ, അതുപോലെ വാട്ടർ സൈൻ, എർത്ത് സൈൻ. ഫയർ എന്ന് പറയുമ്പോഴത്തേനും ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. വാട്ടർ സൈൻ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, എർത്ത്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാൻസറും അക്വേറിയസും സജിറ്റേറിയസും ആണ്. എയർ സൈൻ കുറവാണ്, അക്വേറിയസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. സൈൻ ഇല്ല എന്ന് കരുതി നിങ്ങൾ കാണാതിരിക്കേണ്ട. മെയിനായിട്ട് കണ്ട സൈൻ ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെയിൻ കാർഡ്സ് എന്ന് പറയുന്നത് ചാരിറ്റിയും 2 of Wands ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ കൂടുതലും ലെസ് കോണ്ടാക്റ്റിലുള്ളവരെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത്ര നാൾ സ്റ്റക്കായി ഒരു ആക്ഷനും എടുക്കാതെ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെയെങ്കിൽ ആ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ് എടുക്കാനായിട്ട് പോകുന്നു. കൂടുതലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇത് നിങ്ങളുടെ വീട് അടുത്താണെങ്കിലും ജോലി എബ്രോഡിലായിരിക്കും. അവർ നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ ഒരു ചീറ്റിങ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ചിലർക്കൊക്കെ ഒരു മാരേജ് പ്രപ്പോസലായിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസ് കാണിക്കുന്നു. ബിക്കോസ് ക്ലാരിഫിക്കേഷൻ കാർഡ് നമുക്ക് 10 of Pentacles ആണ് കിട്ടിയിരിക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് സ്റ്റെബിലിറ്റിയോട് കൂടി ഹാപ്പി ഫാമിലിയായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുതുക്കാനും അതുപോലെ ഈക്വൽ ബാലൻസ് കൊണ്ടുപോകാനും അവർ നോക്കുന്നു. റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. അതുപോലെ അവർ തിരിച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്നും അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിങ്ങിലാണെന്നും അവർക്ക് ധാരണയുണ്ട്. അതുപോലെ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലൂടെ കൊണ്ടുപോകണമെന്നും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയി ഓടി എത്തണമെന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ടൈമിലായിരിക്കും കേട്ടോ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് എന്നുള്ളതാണ്. അതായത് അവർക്ക് രണ്ടാമതൊരു അവസരം കൂടി കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് അകന്നതെന്ന്. സോ മറ്റ് തേർഡ് പേഴ്സൻ്റെ കൂടെ ചീറ്റ് ചെയ്ത് പോയവരാണെങ്കിൽ അവർക്കുള്ള റീഡിംഗ് അല്ല കേട്ടോ. ഇവിടെ കരിയർ, ഫിനാൻസ് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയവർക്കുള്ള റീഡിംഗ് ആണ് ഇത്. സോ അതുപോലെ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കുക. അവർ അക്സെപ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി വേണ്ട എന്നാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഇതായിരുന്നു പാൽ നമ്പർ 2ൻ്റെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചായി തോന്നിയാൽ മാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.